ഗാലറ്റ് ക്വിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അക്ഷരമറ്റം ക്വിസിന് ആവശ്യമായ ജൂൺ 5, ജൂൺ 11 എന്നീ ലക്കങ്ങളിലെ ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഏവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. 2025 പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഔദ്യോഗിക വേദി ഏതാണ്? ദക്ഷിണ കൊറിയയിലെ ജെജു ദ്വീപ്. 2040 പ്ലാസ്റ്റിക് മലിനീകരണത്തിൽ നിന്ന് മുക്തമാവുക എന്ന ലക്ഷ്യം 2022 പ്രഖ്യാപിച്ച സ്വയംഭരണ പ്രവിശ്യയാണ് ജെജു. ദക്ഷിണ കൊറിയയിലെ ജെജു ആണ് 2025 പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഔദ്യോഗിക വേദി. എന്താണ് പ്ലോഗിംഗ്? ഇത് പിറവിയെടുത്തത് എവിടെയാണ്? ജോഗിംഗ് ആൻഡ് പിക്കിംഗ് എന്നാണ് ഇതിനർത്ഥം. സ്വീഡനിലാണ് ഇത് പിറവിയെടുത്തത്. സ്വീഡനിൽ പിറവിയെടുത്ത ജോഗിംഗ് ആൻഡ് പിക്കിംഗ് എന്ന അർത്ഥമുള്ള വേർഡാണ് പ്ലോഗിംഗ്. 2025 പരിസ്ഥിതി ദിന പ്രമേയം എന്താണ്? ആഗോളതലത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. ആഗോളതലത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് 2025 പരിസ്ഥിതി ദിന പ്രമേയം. ഗാസയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഭക്ഷണവും മറ്റ് സഹായങ്ങളും എത്തിക്കാൻ പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തുൻബെർഗിൻ്റെ നേതൃത്വത്തിൽ ജൂൺ ആദ്യവാരം ഇറ്റാലിയൻ തുറമുഖമായ കാറ്റാനിയയിൽ നിന്നും പുറപ്പെട്ട കപ്പലിൻ്റെ പേര് മാഡ്ലീൻ. മാഡ്ലീൻ എന്നതാണ് ഇറ്റാലിയൻ തുറമുഖമായ കറ്റാനിയയിൽ നിന്നും പുറപ്പെട്ട കപ്പലിൻ്റെ പേര്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും ഇന്ത്യ നടത്തിയ ആക്രമണം ഓപ്പറേഷൻ സിന്ദൂർ. ഈ പേര് നിർദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഓപ്പറേഷൻ സിന്ദൂറാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും ഇന്ത്യ നടത്തിയ ആക്രമണം. ഇന്ത്യയുടെ കരസേനാ മേധാവി ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് ഇന്ത്യയുടെ കരസേനാ മേധാവി. ഇന്ത്യയുടെ സംയുക്ത സൈന്യാധിപൻ ആരാണ്? അനിൽ ചൗഹാൻ. അനിൽ ചൗഹാനാണ് ഇന്ത്യയുടെ സംയുക്ത സൈന്യാധിപൻ. ഇന്ത്യയുടെ നാവികസേനാ മേധാവി ആരാണ്? അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ് ഇന്ത്യയുടെ നാവികസേനാ മേധാവി. ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി ആരാണ്? എയർ മാർഷൽ അമർപ്രീത് സിംഗ്. എയർ മാർഷൽ അമർപ്രീത് സിംഗ് ആണ് ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി. 2025 മിസ് വേൾഡ് കിരീടം നേടിയത് ആരാണ്? ഒപ്പാൽ സുജാത. മിസ് വേൾഡ് കിരീടം നേടുന്ന ആദ്യത്തെ തായ്ലൻഡുകാരി. ഒപ്പാൽ സുജാതയാണ് 2025 മിസ് വേൾഡ് കിരീടം നേടിയത്. ഇന്ത്യയിൽ ക്ലോണിങ്ങിലൂടെ ജനിച്ച ആദ്യ പഷ്മിന ആട് നൗറി. ക്രിസ്പർ-കാസ്9 എന്ന സാങ്കേതിക വിദ്യയിലൂടെയാണ് നൗറിയെ വികസിപ്പിച്ചത്. നൗറിയാണ് ഇന്ത്യയിൽ ക്ലോണിങ്ങിലൂടെ ജനിച്ച ആദ്യ പഷ്മിന ആട്. ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആര്? ശുഭ്മാൻ ഗിൽ. ശുഭ്മാൻ ഗിൽ ആണ് ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. 2025 മെയ് മാസം ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച കായിക താരം ആര്? നീരജ് ചോപ്ര. നീരജ് ചോപ്രയ്ക്കാണ് 2025 മെയ് മാസം ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചത്. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ആര്? ഭൂഷൺ രാമകൃഷ്ണ ഗവായി. ഭൂഷൺ രാമകൃഷ്ണ ഗവായിയാണ് ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. സംസ്ഥാനത്തെ ആദ്യ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടന്ന ജില്ല കോഴിക്കോട്. കോഴിക്കോടാണ് സംസ്ഥാനത്തെ ആദ്യ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടത്തിയ ജില്ല. മിസ് വേൾഡ് മത്സരത്തിൻ്റെ ഗ്ലോബൽ അംബാസഡറായി നിയമിതയായത് ആര്? സുധാ റെഡ്ഡി. സുധാ റെഡ്ഡിയാണ് മിസ് വേൾഡ് മത്സരത്തിൻ്റെ ഗ്ലോബൽ അംബാസഡറായി നിയമിതയായത്. 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാർ ആര്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായി മാറിയത്. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ചെനാബ് റെയിൽവേ പാലം. ചെനാബ് റെയിൽവേ പാലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്. ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരള സംസ്ഥാന പദ്ധതി ബന്ധു ക്ലിനിക് പദ്ധതി. അതിഥി തൊഴിലാളികളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്. ബന്ധു ക്ലിനിക് പദ്ധതിയാണ് ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരള സംസ്ഥാന പദ്ധതി.
ദാദാസാഹിബ് ഫാൽക്കെയുടെ ജീവിതം ആസ്പദമാക്കി തയ്യാറാക്കുന്ന ചിത്രത്തിൽ ദാദാസാഹിബ് ആയി വേഷമിടുന്നത് ആമീർ ഖാൻ. ആമീർ ഖാനാണ് ദാദാസാഹിബ് ഫാൽക്കെയുടെ ജീവിതം ആസ്പദമാക്കി തയ്യാറാക്കുന്ന ചിത്രത്തിൽ ദാദാസാഹിബ് ആയി വേഷമിടുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലിയോ 14 ലിയോ 14 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. Thank you for watching this video. Please like, share and subscribe.